ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ളോഗാണ്. ഇത് ഞങ്ങൾ UAE ഒരു വീക്കെൻഡ് ട്രിപ്പിന് പോയതാണ്. ഇപ്പം പിള്ളേർക്കൊക്കെ വെക്കേഷൻ അല്ലേ, അപ്പം ഒരു വീക്കെൻഡ് ട്രിപ്പ് ഷാർജ കൽബ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. കൽബ ഞങ്ങൾ കോർ കൽബ മാംഗ്രൂവ് സെൻറ്ററിലോട്ടാണ് ഞങ്ങൾ ഈ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചാനൽ. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് നമ്മൾ കാണുന്നത് ഹാങ്ങിങ് ഗാർഡനാണ്. ഇത് രാത്രി വൈകിട്ടേ ഇത് തുടങ്ങത്തുള്ളൂ, 6 മണിക്ക് ശേഷമേ. അപ്പം ഇത് ഞങ്ങൾ പോയപ്പോഴത്തേക്കിന് ജസ്റ്റ് ഒരു വ്യൂ കണ്ടതേ ഉള്ളൂ. കോർ കൽബയുടെ സ്ട്രീറ്റാണിത്. പക്ഷേ നിങ്ങളൊരു വൈകിട്ട് 4 മണി കഴിയുമ്പോൾ നിങ്ങൾക്ക് പോയാൽ നിങ്ങൾക്ക് ആ വാട്ടർഫോളൊക്കെ കാണാൻ പറ്റും. വാട്ടർഫോൾ കാണാൻ നല്ല രസമാണ്. മേളിൽ നിന്ന് താഴോട്ട് ലൈറ്റ്സും വാട്ടർഫോളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമേ ഹാങ്ങിങ് ഗാർഡൻസിൽ. അവിടെ മൊത്തം ബീച്ചും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പക്ഷേ ഭയങ്കര ചൂട് കാരണം ഞങ്ങൾക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റിയില്ല. ഇതൊക്കെ കാണാൻ വേണ്ടിയേ കാറിനകത്ത് തന്നെ ഇരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ എത്തിയ കോർ കൽബ മാംഗ്രൂവ് സെൻറ്റർ ഷാർജ. അപ്പം ഇതായിരുന്നു ഞങ്ങൾ ടിക്കറ്റ് ഉണ്ടായിരുന്നു. 25 ദറംസ് അഡൽട്ടും 5 ദറംസ് പിള്ളേർക്കും. അഫോർഡബിൾ പ്രൈസും കാണാൻ നല്ല രസവും ഫാമിലി ട്രിപ്പായിട്ട് ഫാമിലിയായിട്ട് പോകാനും നല്ല എൻജോയബിൾ ട്രിപ്പാണ്. പക്ഷേ വെയിൽ കാലത്ത് അവോയ്ഡ് ചെയ്യുവാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. ഒരു ഡിസംബർ ഒക്ടോബർ മാസത്തിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ര ഈ വെയിൽ കൊള്ളേണ്ട ആവശ്യം വരത്തില്ല. ഇത് ഞങ്ങളിപ്പം പോയ കാരണം ഭയങ്കര തിളച്ച ചൂടായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി ടയേർഡായിപ്പോയി. പക്ഷെ നല്ലൊരു എൻജോയ്മെൻറ്റ് ട്രിപ്പായിരുന്നു. ഇപ്പം അവിടെ നിന്ന് പാർക്കിംഗ് തൊട്ട് ആ മാംഗ്രൂവ് സെൻറ്റർ വരെ നല്ല ദൂരമുണ്ട്. അവിടെ നമുക്ക് നടക്കാനൊന്നും പറ്റത്തില്ലേ. അവർ ഇങ്ങനത്തെ വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് അവിടം വരെ എത്തിച്ചു തരും. അപ്പം നിങ്ങൾ വീഡിയോ കാണുക. ഈ ഫിഷ് എന്നാ ഫിഷ്? അതാണ് മാംഗ്രൂവ്. ഇതാ മാംഗ്രൂവ്സ്. ഫുഡല്ലേ? വലിയ ക്രാബ്. എടുത്തിരിക്ക്. ബാവ ഇരുന്നോ? പൊന്നിരുന്നോ? ഇവിടുന്ന് കാണുമ്പോ ലേക്ക്. അടുത്ത എന്നാ ഫിഷ് കൊണ്ടോടാ. അതേ ക്രാബുകൾ നടക്കുന്നു. കുഞ്ഞു കുഞ്ഞു ക്രാബ്, ഓറഞ്ച് ക്രാബ്. നടക്കുന്നുണ്ട് ക്രാബ്. മഞ്ഞ യെല്ലോ 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 കണ്ടോ?
അതിൻ്റെ അകത്തൊന്നും ഇല്ല. ഇതിനകത്തൊന്നും ഇല്ല. ഉണ്ടാവും. വെള്ള ഇതിൻ്റെ അകത്ത് എന്തോ ലിസാർഡാവും. ലിസാർഡ് ഇതേ കിടക്കുന്നു. ആണ്ടാണ്ട് ലിസാർഡ്സ് കണ്ടോ? ഇതാണ് ഡോട്ടർ ലിസാർഡ്. അതിൻ്റെ സ്പീഷീസ്, സെൻറ്റിമീറ്റർ, ഡയറ്റ്, ബ്രീഡിങ് കണ്ട എല്ലാം എഴുതിയിട്ടുണ്ട്. ഡെസേർട്ട് ലിസാർഡ് അല്ലേ? ഇത് ഇവിടെ കഴിഞ്ഞു, ഇവിടെ സ്റ്റോപ്പായി. ഇതൊക്കെ ഒറിജിനൽ ആയിരിക്കും അല്ലേ? മെനി സ്പീഷീസ് റിമെയിൻ ഔട്ട് ഓഫ് സൈറ്റ് ബട്ട് ഡൈനാമിക് ഫുഡ് വെബ്. ഇത് കണ്ടോ? ഡ്രാഗൺ ഫ്ലൈ കണ്ടോ? ബട്ടർഫ്ലൈ, ഉറുമ്പ്, ഇത് സ്കോർപ്പിയോൺ. ഇതാ എന്നതാ? സ്കോർപ്പിയോൺ. തേളല്ലേ? എടാ ഇതാടാ തേള്. ആ ഡ്രാഗൺ ഫ്ലൈ തേളാടാ അത്. ഇത് നീ മലയാളത്തിൽ പഠിച്ച തേള്. ഇത് മാഗ്നിഫൈങ് ലെൻസാ. തേളിനെ നോക്ക്, തേളിനെ. ഇത് കണ്ടോ? ഓ എന്നോ വലിയ തേളത്. മാഗ്നിഫൈങ് ലെൻസാ. കടലിലെ ഷെൽസ് അല്ലേ? ഇത് വെച്ച് നോക്കുന്നത് എന്നോ ബിഗ് ബിഗ് ഷെൽസാ കാണുന്നത് ഉണ്ടോ? ഇത് മാഗ്നിഫൈങ് ലെൻസ് വെച്ച് കാണാൻ പറ്റും. നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റത്തില്ല കൂട്ടാ. ഇത് സ്റ്റാർ ഫിഷ് അനങ്ങുന്നു. ഇത് സ്റ്റാർ ഫിഷാ. ജെല്ലിയോ? ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി. ഇതൊരു മീനാ ഇത്. മുള്ളു കുത്തിയാണ്. ബിഗ് ഫിഷ് കണ്ട. വാ കണ്ട നല്ല രസമല്ലേ? ഇത് ടൂണ, യെല്ലോ ഫിൻ ടൂണയാ. യെല്ലോ ഫിൻ ടൂണ. കരിമീൻ പോലെ ഉണ്ട് ഇത്. എന്തിയ സക്കർ? അയ്യോ എന്നോ വലിയ സക്കറോ ഇത്. ഞാൻ പറ്റില്ല ഇപ്പൊ. ഇത് പേടിക്കുക. ഇവിടെ ഇറക്കി വിടുക. പേടിയാ. എന്തിയേ? ആണോ? ഓ ക്രാബിന്റെ ഡെഡ് ബോഡീസ് ആണോ അത്? ആയിരിക്കും. ആണ്ട് ഒയ്യോ ഇരിക്കുന്നുണ്ടോ? ആ പേടിയാണോ? അതാ ബുഗിമാൻ. ഇത് ഓപ്പൺ ടർട്ടലാ അല്ലേ? ഗ്രീൻ ടർട്ടൽ കണ്ടോ? ഓപ്പൺ വാട്ടറാ. ഇതിനകത്ത് ടർട്ടൽ ആണ്ട് കിടക്കുന്നു. ഇതിനകത്ത് കിടപ്പുണ്ട്. ആണ്ട് കിടക്കുന്നു. ആണ്ട് അതിനകത്ത് കണ്ട കിടക്കുന്നു. മീനുകൾ കിടക്കുന്നു.
അത് ഹമൂറാണ്. ഹാമൂർ ഫിഷ്. ഹമൂർ ഫിഷ്. ഹാമൂർ ഫിഷ്. കണ്ടോ? ആ അങ്ങനെ പിടി ഞാൻ ഫോട്ടോ എടുക്കാം. ഇങ്ങനെ തിരിച്ചു പിടി. ഇത് അവർ ഉണ്ടാക്കി ഇങ്ങനെ പിടി. ആ ചിൽഡ്രൻ സെക്ഷനിൽ നിന്ന് ഉണ്ടാക്കിയതാ അല്ലേ? എടാ അൽവിൻ ഇങ്ങനെ കാണിക്ക്. ഇങ്ങനെ പിടിച്ചിങ്ങനെ പിടി. ഇവിടെ നിൽക്കി ഇവിടെ. അപ്പം നിന്റെ ഒരു ഫോട്ടോ വരും. അതിനകത്ത് മീനുണ്ടോ? അതിനകത്തൊന്നും ഇല്ല. ഇത് എന്തുവാ? വാട്ടർ ടാങ്കോ? ആ ടർട്ടൽ റീഹാബിറ്റേഷൻ ആയിരിക്കും, അറിയത്തില്ല നമുക്ക്. ആ അതിനകത്ത് ആണ്ട് ടർട്ടൽ ആണ്ട് വൈൽഡ് ആണ്ടിന്റെ ഡിയർ നടന്നു പോന്നു. നമുക്ക് തൊടാവുന്ന മാതിരി കുത്തത്തൊന്നും. വാ ആ മുന്നിൽ കൂടെ നടക്കുന്നടാ. നിക്കുന്നു ഓടിപ്പോയി. ഇത് അറേബ്യൻ ഓറക്സ് ആണോ? തന്നെ നടന്നു പോകുന്നുണ്ടോ? അത്രയും ഡിസ്റ്റൻസേ ഉള്ളു. ആ കൊടുക്കാൻ പറ്റും. ഡിയറിന് കണ്ടപ്പോ നല്ല രസം. എന്താ ട്രീ ആയത്? ഗ്രേപ്സാ. ആണ്ട് അത് നമ്മളെ നോക്കി നിൽക്കുക. നല്ല രസം. ഫിറ്റായി പിടിക്ക്. അൽവിന് വാലില്ല. വാല് ഞാൻ പറയുന്നത് കേക്കത്തില്ലല്ലോ നീ. വാല് കണ്ടോ? ഓപ്പൺ കിളി. ഇത് ഓപ്പൺ എയർ ബേർഡ്. ഓപ്പൺ എയർ ഇല്ല. കൊട നമുക്കില്ല. ആ ഡക്ക് ആണ്ടാ അങ്ങനെ പോണം. അല്ലാതെ അങ്ങോട്ടാ. ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്ര കാണത്തല്ല. ഡേഞ്ചർ, ഡു നോട്ട് എൻറ്റർ. ബാ ഇങ്ങനത്തെ സാൻഡ് ഗസൽ ആണ്ട് നിൽക്കുന്നു ദൂരെ. സ്ഥലം കുറെ ഉണ്ടല്ലേ? ആ ഇവർക്കൊക്കെ ജീവിക്കണ്ടേ? അതല്ലെന്ന് കുറെ ഏരിയ ഉണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ നടന്നു പോവല്ലേ? ഇങ്ങനെ ഇവിടെ അങ്ങനെ പോയി ആ ബ്രിഡ്ജ് കയറണം. ആ ബ്രിഡ്ജ് ഉണ്ട് അവിടെ വെള്ളത്തിൻ്റെ. ഇതിങ്ങനെ കിടക്കും. അത് ഒരു കടലിൻ്റെ ചുറ്റും അവർ ഒരു മാംഗ്രൂവ് സെന്റർ ഉണ്ടാക്കിയേക്കുന്ന. കൽബ മാംഗ്രൂവ് കൺസർവേഷൻ സെന്റർ. കിങ്ഫിഷർ ആണ്ട്രാ, കിങ്ഫിഷർ ഗ്രൂവാ അത്. കണ്ടോ ബ്രിഡ്ജ്? അപ്പുറം ഇപ്പുറം കടല. ഇത് കിങ്ഫിഷർ ഏവറി.
എഡ്വിൻ, എഡ്വിൻ. ആ, എഡ്വിൻ പോയി. എഡ്വിൻ ഇങ്ങോട്ട് വാ. അവിടെ അല്ല, അത് വെളിയിൽ ഇറങ്ങി. എഡ്വിനെ ഇങ്ങോട്ട് വാ. തേ കിങ് ഫിഷർ ഇരിക്കുന്നു. തേ ഉണ്ടോ? അവിടെ ഉണ്ട്. ആ തേണ്ട ഉണ്ട്. കിങ് ഫിഷർ ഇരിക്കുന്നു കണ്ടോ? അങ്ങനെ ഞങ്ങൾ മാംഗ്രൂവ് സെൻറ്ററൊക്കെ കണ്ട് കഴിഞ്ഞ് നേരെ ഒരു ബീച്ചിലോട്ട് ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിക്കാൻ നേരത്തെ അന്ന് ടയേർഡായിപ്പോയേ. ഒരു 2 hours 45 minutes മാംഗ്രൂവ് സെൻറ്റർ കാണാൻ വേണ്ടി ടൈം ഉണ്ടായിരുന്നേ. അപ്പോൾ അത്രയും ടൈം ഞങ്ങൾ നടന്ന് പോയി കണ്ട് തീരെ വിഷമിച്ചു പോയി. അപ്പം ഫുഡ് വന്നു, കഴിച്ചു. അത് കഴിഞ്ഞ് ഒരു 4 മണിയായപ്പോൾ ഞങ്ങൾ ബീച്ചും കൂടെ കണ്ടു. ആ ബീച്ച് കോർഫക്കാൻ ബീച്ചാണ് ഇത് കാണുന്നത്. പക്ഷേ ഈ വെയിൽ കാരണം അവിടെയും ഇറങ്ങാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ എഴുതി കാണിച്ചിട്ടുണ്ട്. നമ്മളുടെ ഫോൺ ഒത്തിരി ഹാങ്ങായിപ്പോയി. കൂടാതെ ഭയങ്കര ചൂട് കാരണം എൻ്റെ ഫോണിന് ടെമ്പറേച്ചർ വരെ ഹോട്ടായെന്ന് പറഞ്ഞ് മെസ്സേജ് കാണിച്ചേ. അപ്പം അലേർട്ടായിരുന്നു എൻ്റെ മൊബൈലിൽ മെസ്സേജ് വരുന്നത് ചൂട് കാരണം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി. പിന്നെ ചേട്ടായിയുടെ ഫോണിലായിരുന്നു ഫോട്ടോസൊക്കെ എടുത്തത്. അപ്പോൾ ആ ഫോട്ടോസൊക്കെ കാണാൻ താല്പര്യമുള്ളവർ കാണുക. അങ്ങനെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.